السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തുർ റഅദിലെ 1 മുതൽ 24 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. യഥാർത്ഥ അറിവുള്ള വിശ്വാസികളുടെ ഒട്ടനവധി സ്വഭാവ ഗുണങ്ങൾ വിശദീകരിക്കുകയും അവർ സ്വർഗത്തിൻ്റെ ആളുകളായിരിക്കും, അവരും അവരുടെ കൂടെ സ്വാലിഹീങ്ങളായി തീർന്നിട്ടുള്ള അവരുടെ മാതാപിതാക്കളും ഇണകളും മക്കളുമെല്ലാം സ്വർഗത്തിലായിരിക്കുമെന്നും സ്വർഗത്തിൻ്റെ എല്ലാ വാതിലുകളിലൂടെയും പ്രവേശിച്ചുകൊണ്ട് മലക്കുകൾ അവർക്ക് സലാം പറയുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതിനുശേഷം എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്ന് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار. الله يبسط الرزق لمن يشاء ويقدر وفرحوا بالحياة الدنيا وما الحياة الدنيا في الآخرة إلا متاع. ويقول الذين كفروا لولا أنزل عليه آية من ربه قل إن الله يضل من يشاء
ويهدي إليه من أناب الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب الذين آمنوا وعملوا الصالحات طوبى لهم وحسن مآب كذلك أرسلناك في أمة قد خلت من قبلها أمم لتتلو عليهم الذي أوحينا إليك وهم يكفرون بالرحمن قل هو ربي لا إله إلا هو عليه توكلت وإليه متاب സത്യവിശ്വാസികൾ അള്ളാഹുവുമായിട്ടുള്ള കരാറ് പാലിക്കുന്നവരും അള്ളാഹു ചേർക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഭംഗിയായി ചേർക്കുന്നവരുമാകുന്നു. അവർ സമൂഹത്തിൽ നന്മയുണ്ടാക്കുന്നവരും ക്ഷമാലുക്കളും അതുകൊണ്ട് തന്നെ സ്വർഗാവകാശികളുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നു. എന്നാൽ അതിന് നേരെ എതിരാണ്, ഓപ്പോസിറ്റാണ് അവിശ്വാസികളുടെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ സംബന്ധിച്ച് പറയുന്നത് വല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹ്, വല്ലദീന അവർ യാതൊരു കൂട്ടരാണ്, അല്ലെങ്കിൽ യാതൊരു കൂട്ടർ, യാതൊരു വിഭാഗം, യൻഖുദൂന അഹ്ദല്ലാഹ് അള്ളാഹുവുമായിട്ടുള്ള അഹ്ദ് കരാറുകൾ അവർ ലംഘിക്കുന്നു, മുറിച്ച് കളയുന്നു. നഖദ യൻഖുദു എന്ന് പറഞ്ഞാൽ, നഖ്ദു ചെയ്യുക എന്ന് പറഞ്ഞാൽ നഖ്ദൻ ക്യാൻസൽ ചെയ്യുക, മുറിച്ച് കളയുക. അഹ്ദല്ലാഹ് അള്ളാഹുവിൻ്റെ കരാർ അല്ലെങ്കിൽ അള്ളാഹുവുമായിട്ടുള്ള കരാർ, ഈ കരാറുകളെ അവർ മുറിച്ച് കളയും. മിൻ ബഅദി മീസാഖിഹി ആ കരാറുകൾ ഉറപ്പിച്ചതിന് ശേഷം, മീസാഖ് എന്ന് പറഞ്ഞാൽ
കരാർ അല്ലെങ്കിൽ കരാർ ഉറപ്പിക്കൽ, രണ്ടിനും മീസാഖ് എന്ന് പറയും. അപ്പോൾ മിൻ ബഅദി മീസാഖിഹി, ഈ അഹ്ദിനെ ഉറപ്പിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു? അത്തരം അഹ്ദുകളെ മുറിച്ചു കളയുന്നു. അതേപോലെ തന്നെ വയഖ്തഊൻ, അവർ വിച്ഛേദിക്കുന്നു. ഖതഅ യഖ്തഉ ഖത്അൻ, അവർ മുറിച്ചു കളയുന്നു. മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, അള്ളാഹു ചേർക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള ബന്ധങ്ങളെ. മാ അമറല്ലാഹു ബി, അമറ യഅ്മുറു അമ്രൻ, കൽപ്പിക്കുക. അൻ യൂസല, വസല യസിലു വസ്ലൻ, ബന്ധിപ്പിക്കുക. വസിലത്തൻ, അൻ യൂസല, ചേർക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ബന്ധങ്ങളെ അവർ മുറിച്ചു കളയുന്നു. വയുഫ്സിദൂന ഫിൽ അർദ്, അവർ ഭൂമിയിൽ ഫസാദുണ്ടാക്കുന്നു, കുഴപ്പമുണ്ടാക്കുന്നു. അഫ്സദ യുഫ്സിദു ഇഫ്സാദൻ, കുഴപ്പമുണ്ടാക്കുക. ഭൂമിയിൽ അവർ ഫസാദ് ഉണ്ടാക്കുന്നു. ഉലായിക ലഹുമുൽ ലഅന, ഉലായിക അക്കൂട്ടർ, ലഹും അവർക്കുണ്ട്, അൽ ലഅനത്തു ലഅനത്തുണ്ട്. ലഅനത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇബ്ആദു അൻ റഹ്മത്തില്ലാ. ലഅന എന്ന് പറഞ്ഞാൽ അൽ ഇബ്ആദു അൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകന്നു പോകുന്നതിനാണ് ലഅനത്ത് എന്ന് പറയുന്നത്. ലഅന എന്ന് പറഞ്ഞാൽ ശപിക്കുക എന്ന് മലയാളത്തിൽ നമ്മൾ പറഞ്ഞാലും അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആശീർവാദമാണത് ലഅനത്ത് എന്ന് പറഞ്ഞാൽ. ശാപം അതല്ലെങ്കിൽ ശപിക്കുക എന്ന് മലയാളത്തിൽ പറയും, എങ്കിലും അതിൻ്റെ ശരിയായ അർത്ഥം അൽ ലഅനത്തു ഹുവ ഹിയ അൽ ഇബ്ആദു അൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകന്നു പോവലാണ്. അപ്പോൾ അവർക്ക് ലഅനത്തുണ്ട്, അഥവാ അവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ്. വലഹും അവർക്കുണ്ട് സൂഉദ്ദാർ, മോശമായ ഭവനം. അദ്ദാർ എന്ന് പറഞ്ഞാൽ, ദാറുൻ എന്ന് പറഞ്ഞാൽ സങ്കേതം, ഭവനം. അപ്പോൾ മോശമായ ഭവനം അവർക്കുണ്ടാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ സത്യനിഷേധികളുടെ അതല്ലെങ്കിൽ നരകാവകാശികളുടെ സ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതിലൊന്ന് വല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, അള്ളാഹുവിനോടുള്ള കരാറുകൾ ഉറപ്പിച്ചതിന് ശേഷം അതിനെ വിച്ഛേദിക്കുന്ന, മുറിച്ചു കളയുന്ന ആളുകൾ, കരാറ് ലംഘിക്കുന്നവർ. ഏതാണ് ഈ കരാർ കൊണ്ടുള്ള ഉദ്ദേശം? നമ്മൾ കഴിഞ്ഞ ദർസിൽ വിശദീകരിച്ചതുപോലെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അള്ളാഹുവുമായിട്ടുള്ള കരാർ, രണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ സൃഷ്ടികളോട് നടത്തുന്ന കരാർ. രണ്ടും അഹ്ദുല്ലാ എന്നറിയപ്പെടുന്നു. അപ്പോൾ കരാറുകൾ മുറിക്കുക എന്ന് പറഞ്ഞാൽ റബ്ബുമായിട്ടുള്ള കരാറുകൾ മുറിക്കുക. ഏതാണ് ഏറ്റവും വലിയ കരാർ? തൗഹീദാണ്. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബല, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് എന്ന് അല്ലാഹു മനുഷ്യരോട് ചോദിക്കുന്നുണ്ട്. അന്ന് മനുഷ്യരൊക്കെ പറയും ഖാലൂ ബല, അതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തൗഹീദിൻ്റെ കരാർ മനുഷ്യർ ആദ്യം ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് അവരത് മറന്നുപോയി, അല്ലെങ്കിൽ അവരതിനെ അവഗണിച്ചു. ഇങ്ങനെ തൗഹീദ് മുതൽക്ക് അള്ളാഹുവിനെ അനുസരിക്കാമെന്ന കരാർ, ആ കരാറാണ് സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഇന്ന അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ വഅഷ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂല. അല്ലാഹു സുബ്ഹാനഹു വതആല കരാറ് അല്ലെങ്കിൽ അമാനത്ത് ആകാശങ്ങളെ കാണിച്ചു, പർവ്വതങ്ങളെ കാണിച്ചു, ഭൂമിയെ കാണിച്ചു. ആകാശങ്ങളും ഭൂമിയും പർവ്വതവും അത് ഏറ്റെടുക്കാൻ വിസമ്മതിക്കുകയും അവർക്ക് ഭയം തോന്നുകയും ചെയ്തു. വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ ആ അമാനത്ത് ഏറ്റെടുത്തു. ഏതാണ് അമാനത്ത്? മുഫസ്സിരിങ്ങൾ ഏകോപിച്ച് പറഞ്ഞിരിക്കുന്നു, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാം, അനുസരണക്കേട് കാണിക്കുന്നവർക്ക് നരകം ഞങ്ങളത് അംഗീകരിച്ചിരിക്കുന്നു, അനുസരിക്കുന്നവർക്ക് സ്വർഗം ഞങ്ങളത് അംഗീകരിച്ചിരിക്കുന്നു. ഇതാണ് മനുഷ്യൻ റബ്ബുമായി നടത്തിയിട്ടുള്ള കരാർ. ഈ അമാനത്ത് മനുഷ്യൻ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരാണോ ഷിർക്ക് ചെയ്യുന്നത് അവർ ഈ കരാറിനെ ലംഘിക്കുന്നവരാണ്. ആരാണോ അനുസരണക്കേട് കാണിക്കുന്നത് അവർ ഈ കരാറിനെ ലംഘിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ
വേദഗ്രന്ഥങ്ങളുടെയും പ്രവാചകന്മാരുടെയും സന്ദേശങ്ങളെ അവഗണിക്കുകയും അള്ളാഹുവിനോടും പ്രവാചകന്മാരോടും അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നവരെല്ലാം ഈ ഒരു മീസാഖിനെ ലംഘിക്കുന്നവരാണ്. അതാണ് ഇതിൻ്റെ ഒരു വിവക്ഷ. വല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി. രണ്ടാമത്തത്, മനുഷ്യരോട് നടത്തുന്ന കരാറുകൾ ലംഘിക്കാൻ പാടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു ഔഫൂ ബിൽ ഉഖൂദ്. ഈമാനുള്ളവരെ, തൗഹീദുള്ളവരെ, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനുകളാണെങ്കിൽ കരാറുകൾ പാലിക്കണം. കാരണം കരാറു പാലിക്കൽ തൗഹീദിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ പേരിലാണ് കരാറെങ്കിൽ, വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ടോ അള്ളാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ടോ ആണ് നിങ്ങൾ കരാറ് നടത്തുന്നതെങ്കിൽ ആ കരാറിനെ ലംഘിക്കൽ തൗഹീദിൻ്റെ പൂർണ്ണതയെ ബാധിക്കുന്ന വിഷയമാണ്. കാരണം തൗഹീദ് പൂർണ്ണമായി ഉൾക്കൊണ്ട, അള്ളാഹുവിൻ്റെ ഗാംഭീര്യം ഉൾക്കൊണ്ട ഒരാൾ റബ്ബിൻ്റെ പേരിൽ പറഞ്ഞ കരാറുകൾ ലംഘിക്കുകയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൈന്യത്തെ അയച്ചാൽ സൈന്യത്തിൻ്റെ പടത്തലവന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം നിർദ്ദേശിക്കുമെന്നാണ്. നിങ്ങളൊരു കോട്ടയെ ഉപരോധിച്ചാൽ ആ കോട്ടയിലുള്ള ആളുകളെ ഒന്നുകിൽ നിങ്ങൾ പുറത്തിറക്കും, അല്ലെങ്കിൽ അവരുമായി കരാറ് നടത്തും. ഇങ്ങനെ നിങ്ങൾ കരാറ് നടത്തുമ്പോൾ അള്ളാഹുവിൻ്റെയും അതേപോലെ തന്നെ റസൂലിൻ്റെയും കരാർ വ്യവസ്ഥയിൽ നിങ്ങൾ അവരുമായി സന്ധി ഉണ്ടാക്കരുത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹുവിനെ സാക്ഷിയാക്കി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അഹ്ദ്, അല്ലെങ്കിൽ ദിമ്മത്തുല്ലാ, അള്ളാഹുവിൻ്റെ ഗ്യാരണ്ടി, അള്ളാഹുവിൻ്റെ ജാമ്യം, അല്ലെങ്കിൽ റസൂലുള്ളാൻ്റെ ജാമ്യത്തിൽ നിങ്ങളെ ഇറക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായി കരാർ നടത്തുന്നു എന്ന് നിങ്ങൾ പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനിക നേതാക്കൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകുകയാണ്. നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ കരാറിൽ എന്ന് പറയരുത്. പിന്നെ എന്തേ പറയാവൂ? നിങ്ങളുടെ കരാർ. ആരാണോ സൈന്യത്തെ നയിക്കുന്നത് ആ വ്യക്തി, അതല്ലെങ്കിൽ അയാളുടെ കീഴിലുള്ള മറ്റു സൈനികർ, ഇവരുടെ പേരിലുള്ള കരാറെ നിങ്ങൾ നൽകാവൂ, ഞങ്ങളുടെ പേരിലുള്ള കരാർ. കാരണം ഏതെങ്കിലും കാരണവശാൽ ഈ കരാറിനെ നിങ്ങൾക്ക് ലംഘിക്കേണ്ടി വന്നാൽ അത് ഏറെ ഗൗരവമുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ ജാമ്യത്തിൽ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗ്യാരണ്ടിയിലൊക്കെ നിങ്ങൾ കരാർ കൊടുത്താൽ അത് ലംഘിക്കുന്നത് അതീവ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചിട്ട്, അതിൻ്റെ അർത്ഥം വ്യക്തിപരമായി കരാർ കൊടുത്താൽ ലംഘിക്കാമെന്നല്ല, പക്ഷേ അതീവ ഗൗരവമാണ്. പടച്ച റബ്ബിൻ്റെ പേരിൽ അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ടൊരു കരാറ് പറഞ്ഞാൽ, വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫീ ദിമ്മത്തില്ല, അള്ളാഹുവിൻ്റെ ഗ്യാരണ്ടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ലംഘിക്കുന്നത് ഗുരുതരമായ തെറ്റാണ്, മഹാപാപമാണ്. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബിൻ്റെ പേരിൽ നടത്തുന്ന, സൃഷ്ടികളുമായി നടത്തുന്ന കച്ചവട കരാറുകളാകട്ടെ, വിവാഹ കരാറുകളാകട്ടെ, മറ്റ് ഏത് കരാറുകളാകട്ടെ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കരാറുകളാകട്ടെ, വ്യക്തികൾ തമ്മിലുള്ള കരാറുകളാകട്ടെ, ഇതൊന്നും ലംഘിക്കാൻ പാടില്ല. ഗുരുതരമായ കാര്യമാണ്. അതുമാണ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് നിലക്കുള്ള കരാർ ലംഘനവും വിശ്വാസികൾക്ക് പാടില്ല. പക്ഷേ ഈ ആളുകൾ അങ്ങനെ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവരിൽ നാം ഉൾപ്പെടാൻ പാടില്ല. ഈ സ്വഭാവമുള്ള ആളുകളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന മറ്റൊരു സ്വഭാവമാണ് വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ. ചേർക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ ബന്ധങ്ങളെ അവർ മുറിച്ചു കളയും. എവിടെ കരാർ ലംഘിക്കപ്പെടുന്നുണ്ടോ അവിടെ ബന്ധങ്ങൾ മുറിയാനുള്ള സാധ്യതയുണ്ട്. അല്ല, 99% അങ്ങനെയാണ്. ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവർ കരാറുകൾക്കും വില കൽപ്പിക്കും. ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തവർ കരാറുകൾക്ക് വില കൽപ്പിക്കില്ല. അത് ഗുരുതരമായ കാര്യമാണ്. അതുകൊണ്ടാണ് തലാഖിൻ്റെ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഇണകൾക്ക് ഒരു കൂമ്പാരം മഹർ കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളത് തിരിച്ചു വാങ്ങരുത്. അതെല്ലാം പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞത് വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ. ഗലീളായ, ഗലീൽ എന്ന് പറഞ്ഞാൽ അറബി വാക്കിൻ്റെ അർത്ഥം പരുക്കൻ എന്നാണ്, ശക്തമായതെന്നാണ്. ഗലീൽ എന്ന് പറഞ്ഞാൽ അതീവ ശക്തമായ കരാർ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കരാർ അത് വമ്പിച്ചതായ ഒരു കരാറാണ്. ആ കരാറുകളെ കാത്തു സൂക്ഷിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ശ്രദ്ധിക്കണം, ഗൗരവത്തിൽ കാണണമെന്നാണ്. അപ്പോൾ ഭാര്യാഭർത്തൃ ജീവിതത്തിലെ ആ ഒരു
ധാരണ പോലും ഭാരിച്ച കരാറായിട്ടാണ് അള്ളാഹു പറയുന്നതെങ്കിൽ മറ്റുള്ള കരാറുകളുടെയൊക്കെ വലിപ്പം എത്രയാണ്? അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കണം. ഈ കരാറുകൾക്ക് വില കൽപ്പിക്കാതിരിക്കുമ്പോൾ അവിടെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നു, ബന്ധങ്ങൾ മുറിക്കപ്പെടുന്നു. അതാണ് അള്ളാഹു പറയുന്നത്, വയഖ്തഊൻ, അവർ മുറിച്ചു കളയുകയാണ്. മാ അമറല്ലാഹു ബിഹി. നോക്കൂ, അവിടെ ഉപയോഗിച്ച വേർഡ് എന്താണ്? മാ അമറല്ലാ, അള്ളാഹു കൽപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാജിബാണ് എന്നർത്ഥം. മുസ്തഹബല്ല, നാഫിലത്തിൽപ്പെട്ടതല്ല, മറിച്ച് വാജിബാണ്, ഫർളാണ്. ബന്ധങ്ങൾ ചേർക്കൽ ഫർളാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം, ഈ ബന്ധങ്ങളൊന്നും മുറിക്കേണ്ടുന്ന ബന്ധങ്ങളല്ല. ഭരണാധികാരികളും പ്രജകളും തമ്മിലുള്ള ബന്ധം ശക്തമായ ബന്ധമാണതൊക്കെ. അതൊന്നും മുറിച്ചു കളയാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഈ ആളുകൾ, കരാറുകൾക്ക് വില കൽപ്പിക്കാത്തവർ ബന്ധങ്ങളെയും മുറിച്ചു കളയുന്നു. വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ. ഈ സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ സ്വാഭാവികമായും ഇനി പറയുന്ന മൂന്നാമത്തതും അവരിലുണ്ടാകും. എന്താണത്? വയുഫ്സിദൂന ഫിൽ അർദ്, അവർ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കും. കരാറുകൾ പാലിക്കാത്തവരും ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തവരും എന്നും ഫിത്നയാണ്. കുടുംബത്തിൽ ഫിത്നയാണ്, നാട്ടിൽ ഫിത്നയാണ്, ഒരു സംഘത്തിൽ, ഒരു സമൂഹത്തിൽ, ഒരു രാഷ്ട്രത്തിൽ അവർ ഫിത്നയാണ്. അവർ ഫിത്ന ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. കാരണം അവർ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തവരാണ്. അള്ളാഹുവിങ്കൽ ഏറ്റവും കോപമുള്ള കാര്യമാണ് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്. വൽ ഫിത്നതു അക്ബറു മിനൽ ഖത്ൽ, കൊലപാതകത്തേക്കാൾ വലിപ്പമുള്ളത് ഫിത്ന ഉണ്ടാക്കലാണ്. ഒരു കൊലപാതകത്തേക്കാൾ ഗൗരവമുള്ളത് ഫിത്നയാണ്. വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, കൊലപാതകത്തേക്കാൾ അശദ്ധായതാണ് ഫിത്ന. സ്വർഗം ആർക്ക് വേണ്ടിയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തിൽക ദാറുൽ ആഖിറഹ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദാ വലാഖിബത്തു ലിൽ മുത്തഖീൻ. ഖിയാമത്ത് നാളിൽ, അതല്ലെങ്കിൽ പരലോകം, ദാറുൽ ആഖിറ, പരലോക ഭവനം, സ്വർഗലോകം, അത് നാം നിശ്ചയിച്ചത് ലാ യുരീദൂന ഫിൽ അർദി ഉലൂവ്, ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദ. ലാ യുരീദൂന പറഞ്ഞത്, അവർക്ക് അങ്ങനെ ഒരു ഉദ്ദേശം പോലുമില്ല. ഭൂമിയിൽ ഒരു കുഴപ്പമുണ്ടാക്കണമെന്ന നിയ്യത്ത് പോലും മനസ്സിലില്ല. അത്രക്ക് സാഫായിരിക്കണം ഹൃദയം എന്നാണ്. ഒരു കുഴപ്പമുണ്ടാക്കുക എന്നുള്ളത്, ഒരു മുഫ്സിദാവുക, എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന ഒരാളായി ഒരു മുസ്ലിം മാറാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, നിങ്ങൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, നമ്മളിതിനു മുമ്പ് സ്വർഗാവകാശികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചതിനാൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ക്ഷമ എന്നുള്ളതിനെ എപ്പോഴും കയ്യിൽ കരുതി കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണത്. എപ്പോഴും നമ്മുടെ പോക്കറ്റിലുണ്ടാവണം ക്ഷമ എന്ന് പറയുന്നത്. കാരണം നാം ആരൊക്കെയായിട്ടാണ് ഫേസ് ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല. പല രൂപത്തിലുള്ള മനുഷ്യന്മാർ നമ്മുടെ മുന്നിൽ വരും. നമ്മുടെ മക്കളിൽ നിന്ന് പല പ്രശ്നങ്ങളുണ്ടാവും, ഭാര്യമാരിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ഭർത്താക്കന്മാരിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് ഒക്കെ പ്രശ്നങ്ങളുണ്ടാകും. എല്ലാറ്റിനെയും പ്രശ്നമാക്കിയെടുക്കാൻ ഒരാൾ നിയ്യത്താക്കിയാൽ പിന്നെ അയാളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല. ചില ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരാൾ സൗണ്ട് ഉണ്ടാക്കിയാൽ പ്രശ്നം. ചില ആളുകൾ പള്ളിയിൽ വന്നാൽ നിങ്ങൾ നോക്കൂ, പള്ളിയിൽ ചില ആളുകൾ എപ്പോൾ നോക്കിയാലും അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കും, സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒരു കാര്യവും ക്ഷമയോടുകൂടി അവർ കാണില്ല. ഒരു കുട്ടി അങ്ങോട്ട് ഓടിയാൽ അതിന് ബഹളം. ആ കുട്ടി ഓടിയപ്പോൾ ഉണ്ടായ ബഹളത്തേക്കാൾ വലിയ ബഹളമാണ് ഈ വ്യക്തി സംസാരിക്കുമുണ്ടാകുന്ന ബഹളം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു, അത് ശ്രദ്ധിക്കപ്പെടാതെ പോകും, പക്ഷേ അതിൻ്റെ പേരിൽ പിന്നീട് ഭയങ്കര ബഹളം ഉണ്ടാക്കും. ഒന്നിനോടും സഹിഷ്ണുതയില്ലാത്ത ആളുകൾ, എന്തിനേയും പ്രശ്നവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, എന്തും അവർക്ക് പ്രശ്നമാണ്. എപ്പോഴും അവർ അസ്വസ്ഥരാണ്. അവരെ സമാധാനമുള്ളവരായി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പ്രശ്നമാണ്. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർദി ഹൗനൻ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ അടിമകൾ ഭൂമിയിലൂടെ സമാധാനത്തോടുകൂടി നടക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിൽ തലയിടൂല എന്നാണ് അവർ. ഒരു പ്രശ്നം അവർ ഉണ്ടാക്കില്ല. അവർ കാരണത്താൽ ഒരു പ്രശ്നം അവർ ഉണ്ടാക്കില്ല. പരമാവധി പ്രശ്നങ്ങളെ കുറയ്ക്കാൻ അവർ ശ്രമിക്കും. ജാഹിലുകളുമായി സംവദിക്കേണ്ടി വന്നാൽ സമാധാനത്തിൻ്റെ വാക്ക് പറഞ്ഞ് പിരിയുന്നതാണ്. എന്തിനാ സമാധാനത്തിൻ്റെ വാക്ക് പറയുന്നത്? കാരണം ജാഹിലിനോട് അതേ രൂപത്തിൽ പ്രതികരിച്ചാൽ അവിടെ ഫസാദ് ഉണ്ടാവും.
പിന്നെന്ത് വേണം? ഒരു ജാഹിലിനെ സലാമായ രീതിയിലൂടെ വേണം കൈകാര്യം ചെയ്യാൻ. അപ്പോഴേ അവിടെ എന്തുണ്ടാവുള്ളൂ? സ്വസ്ഥത ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് സയ്യിഅത്തിനെ ഹസനത്ത് കൊണ്ട് നേരിടും, മോശമായതിനെ നല്ലത് കൊണ്ട് നേരിടും. അങ്ങനെയുള്ളവർ ഒരിക്കലും ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയില്ല. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. ഖുർആനിൽ പലയിടങ്ങളിൽ അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞതാണ്, അള്ളാഹുവിന് ഫസാദ് ഒരിക്കലും ഇഷ്ടമില്ല. ഫസാദ് ഉണ്ടാക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമില്ല. വലാ തുഫ്സിദൂ ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ. ഭൂമിയിൽ സുൽഹുണ്ടായതിനു ശേഷം നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. കുലൂ വശ്റബൂ മിൻ റിസ്ഖില്ലാഹ് വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ. അള്ളാഹുവിൻ്റെ റിസ്ഖിൽ നിന്ന് തിന്നോളൂ, കുടിച്ചോളൂ, പക്ഷേ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കി നടക്കല്ലേ. അള്ളാഹു പറയാണ്, കുഴപ്പക്കാരായി നിങ്ങൾ മാറരുത്. അപ്പോൾ കുടുംബബന്ധം മുറിക്കുന്നവർ, കരാറുകൾ ലംഘിക്കുന്നവർ എപ്പോഴും ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അവർ കാരണത്താൽ ഒരു കുടുംബത്തിന് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറയുന്നത് ഉലൈക ലഹുമുൽ ലഅന. അത്തരം ആളുകൾക്ക് ലഅനത്തുണ്ട് എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമായി അകറ്റപ്പെടുന്ന, ആട്ടിയോടിക്കപ്പെടുന്നവരാണവർ. നമ്മൾ ശപിക്കുന്നത് എന്തിനാണ്? വിദൂരമെന്ന് പറയാനല്ലേ. അവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള ലഅനത്തുണ്ട്. പടച്ച റബ്ബിൻ്റെ കാരുണ്യത്തിന് അവർ അർഹരല്ല എന്നാണ്. അവർ വിദൂരമായി റബ്ബിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുന്നവരാണ്. വലഹും സൂഉദ്ദാർ. അവർക്ക് ഏറ്റവും മോശമായ ഭവനമായ നരകമാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല യബ്സുതു റിസ്ഖ, ഉപജീവനത്തെ വിശാലമാക്കുന്നു. ബസത യബ്സുതു ബസ്തൻ, വിശാലമാക്കുക. അർറിസ്ഖ, ഉപജീവനത്തെ, സമ്പത്തിനെ. ലിമൻ യശാഉ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക്. ഷാഅ യശാഉ മശീഅ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു റിസ്ഖിൽ വിശാലത നൽകുന്നു. വയഖ്ദിറു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഖദറാക്കുന്നു. ഖദറ യഖ്ദിറു എന്ന് പറഞ്ഞാൽ കുടുസുള്ളതാക്കുക, ഞെരുക്കമുള്ളതാക്കുക എന്നൊരർത്ഥവും അതിനുണ്ട്. എന്നാൽ ചിലർക്ക് യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ കൊടുക്കും. എന്നാൽ ചിലർക്ക് വയഖ്ദിർ, അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖിൽ, ഉപജീവനത്തിൽ വളരെയധികം കമ്മി വരുത്തും. വഫരിഹു ബിൽ ഹയാത്തി ദുനിയ, എന്നാൽ മനുഷ്യൻ ഫരിഹു ഫറഹ, ഫരിഹ യഫ്റഹു ഫറഹൻ, സന്തോഷിക്കുക, ആഹ്ലാദിക്കുക. വഫരിഹു ബിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിലെ വിഭവങ്ങളാണ്, ആ വിഭവങ്ങൾ കൊണ്ടാണ് അവർ സന്തോഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൽ ഹയാത്തു ദുനിയ ഫിൽ ആഖിറ, എന്നാൽ ഐഹിക ജീവിതം പരലോകത്തെ അപേക്ഷിച്ച് ഇല്ലാ മതാഉൻ, ഒരു സുഖം നൽകുന്ന ഒരു ചെറിയ വിഭവം മാത്രമാകുന്നു. മതാ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറഞ്ഞു, ഐ ഖലീലുൻ ദാഹിബുൻ, എപ്പോഴും തീർന്നു പോകുന്ന കുറഞ്ഞ വിഭവത്തിനാണ് മതാ എന്ന് പറയുക. മത്താ എന്ന് പറഞ്ഞാൽ സുഖം അനുഭവിക്കുക, ഒരു തൽക്കാലത്തേക്കുള്ള ഒരു സുഖം മാത്രമാണ്. തൽക്കാലത്തേക്കുള്ള, കുറഞ്ഞ കാലത്തേക്കുള്ള ഒരു സുഖം മാത്രമാണ്. നാം ഓരോരുത്തരും ചിന്തിക്കുക, നമുക്കൊക്കെ എത്ര പ്രായമായി? ഈ പ്രായത്തിൽ നാം അനുഭവിച്ച ഏതെങ്കിലും ഒരു സുഖം പാസ്റ്റിൽ അനുഭവിച്ചത് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടോ? ഇല്ല. അത് ആ സമയത്ത് മാത്രമേ ഉള്ളൂ. സങ്കടത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെ, വേദനയുടെ കാര്യവും അങ്ങനെ തന്നെ. വേദനയും തൽക്കാലമാണ്, മാറിപ്പോകും. സുഖങ്ങളും താൽക്കാലികമാണ്, മാറിപ്പോകും. എന്നാൽ മാറിപ്പോകാത്ത സുഖദുഃഖങ്ങൾ പരലോകത്താണ്. നരകമാണെങ്കിൽ നരകം, സ്വർഗമാണെങ്കിൽ സ്വർഗം. സ്വർഗത്തിലെ സുഖമാണ്, സ്വർഗത്തിലെ ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയാൻ കാരണം അത് നീങ്ങിപ്പോവുകയില്ല. മാലഹാ മിൻ സവാൽ, അത് നീങ്ങിപ്പോവൂല എന്നുള്ളതാണ്, അതൊരിക്കലും അവസാനിക്കുകയില്ല എന്നതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൽ ഹയാത്തു ദുനിയ ഫിൽ ആഖിറ, ഐഹിക ജീവിതം പരലോകത്തെ അപേക്ഷിച്ച് ഇല്ലാ മതാഉൻ, വളരെ കുറഞ്ഞ ഒരു ചെറിയ വിഭവം മാത്രമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇവിടെ
ഫസാദിനെക്കുറിച്ചും ബന്ധങ്ങൾ മുറിക്കുന്നതിനെക്കുറിച്ചും കരാറുകൾ ലംഘിക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം ഭൗതിക വിഭവങ്ങളെക്കുറിച്ച് പറയുന്ന ആയത്ത് പറയാനുള്ള കാരണം ഉലമാക്കൾ പറയുന്നത്, പലപ്പോഴും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഭൗതികതയിൽ വിശാലത ലഭിക്കുന്ന ആളുകളാണ്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടുണ്ട്. തിന്മകൾക്കും അധർമ്മങ്ങൾക്കും അതേപോലുള്ള കാര്യങ്ങൾക്കും പലപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാവുക ഭൗതിക വിഭവങ്ങളിൽ വിശാലത ലഭിച്ച ആളുകളാണ്. അവർ സുഖലോലുപന്മാരാകും, അവർ കരാറുകൾ ലംഘിക്കും, അവർ ബന്ധങ്ങൾ മുറിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഇദാ തവല്ലാ സആ ഫിൽ അർദി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. അവർക്ക് രണ്ടർത്ഥമാണ് വൈദാ തവല്ല എന്നതിന് നൽകപ്പെട്ടത്. സത്യത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് നേതൃത്വം ലഭിച്ചാൽ, സആ ഫിൽ അർദ് ലിയുഫ്സിദ ഫീഹ, അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കും, കൃഷിയും കാര്യങ്ങളും അതേപോലുള്ളതൊക്കെ അവർ നാശം വരുത്തും. അതുകൊണ്ട് അള്ളാഹു ഭൗതിക വിഭവങ്ങളുടെ വിശാലതയും അത് കുറഞ്ഞു പോകുന്നതിലെയും ശരിയായ യുക്തി അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അള്ളാഹു യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. ഇവിടെ രണ്ട് വേർഡുകൾ ശരിക്ക് പഠിക്കുക. ഒന്ന്, അല്ലാഹു യബ്സുതു റിസ്ഖ, ഉപജീവനത്തിൽ വിശാലത നൽകുന്നത് അള്ളാഹുവാണ്. ചില ആളുകൾ ധരിച്ചത് അത് അവരുടെ കഴിവ് കൊണ്ടാണ് എന്നാണ്. ചെറിയ ഷിർക്കായിട്ടാണ് നമുക്ക് പണ്ഡിതന്മാർ അത് വിശദീകരിച്ച് തന്നത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല കിതാബ് തൗഹീദിൽ ഒരു ബാബ് തന്നെ കൊടുത്തത് ഈ ഒരു വിഷയമാണ്. ചില ആളുകൾ കരുതുന്നു അവർക്ക് ലഭിച്ചതെല്ലാം അവരുടെ കഴിവ് കൊണ്ടാണ്. അങ്ങനെ വിചാരിക്കൽ കാറൂം വിചാരിച്ചതുപോലെയാണെങ്കിൽ വലിയ ഷിർക്കാണ്. എന്നാൽ എന്ന് പറഞ്ഞാൽ കാറൂം പറഞ്ഞത് എന്താണ്? ഇതൊക്കെ ഇന്നമാ ഊത്തീതുഹു അലാ ഇൽമിൻ ഇൻദി, എൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണ് ഈ സമ്പത്തൊക്കെ, ഞാൻ വലിയ കഴിവുള്ള ആളാണ്, ബുദ്ധിശക്തിയുള്ള ആളാണ്, എനിക്ക് ആ ഡിഗ്രി ഉണ്ട് ഈ ഡിഗ്രി ഉണ്ട്, അതൊക്കെ വെച്ച് ഞാൻ ചെയ്ത, അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ. ഇത് പാടെ അള്ളാഹുവിനെ മറന്നുകൊണ്ടാണെങ്കിൽ അത് വലിയ കുഫറും വലിയ ഷിർക്കുമാണ്. എന്നാൽ റബ്ബിനെ മറക്കാതെ, എന്നാൽ പലപ്പോഴും നിഅമത്തുകളെ മറന്നുകൊണ്ടാണെങ്കിൽ അത് ചെറിയ ഷിർക്കാണ്. ഉപജീവനത്തിൽ വിശാലത ലഭിക്കുന്നത് അള്ളാഹു നൽകുന്നതാണ്. അങ്ങനെ തന്നെ വിശ്വസിക്കണം, അങ്ങനെ തന്നെ വിശ്വസിക്കണം. അള്ളാഹു യബ്സുതു റിസ്ഖ. ഇനി അടുത്ത വേർഡ് നോക്കൂ, ലിമൻ യശാ, അതും അള്ളാഹുവിലേക്കാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്. റബ്ബാണ് സെലക്ട് ചെയ്യുന്നത്. ഇന്ന ആൾക്ക് അധികം കൊടുക്കാം, ഇന്ന ആൾക്ക് കുറച്ച് കൊടുക്കാം. ആരുടെ സെലക്ഷനാ? മനുഷ്യരുടേതല്ല, റബ്ബിൻ്റെ സെലക്ഷനാണ്. വയഖ്ദിർ, ആർക്കെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടോ? അള്ളാഹുവാണത് ഖദറാക്കിയത്, അള്ളാഹുവാണ് അവിടെ ഞെരുക്കം വന്നത്, ഞെരുക്കം വരുത്തിയത്. ഈ തത്വം തിരിച്ചറിഞ്ഞാൽ എല്ലാ അഹങ്കാരങ്ങളും ഇല്ലാതെയാകും, എല്ലാ പൊങ്ങച്ചങ്ങളും ഇല്ലാതെയാകും, മറ്റുള്ളവരെ താഴ്ന്നു കാണൽ ഇല്ലാതെയാകും, ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ അവർക്ക് കഴിയില്ല, കരാറുകൾ ലംഘിക്കാനും അവർക്ക് കഴിയില്ല. എന്നാൽ ഞാൻ മറ്റുള്ളവരെക്കാൾ എന്തോ ആണ്, എനിക്ക് മറ്റുള്ളവരെക്കാൾ പ്രത്യേകതയുണ്ട് എന്നൊരാൾക്ക് തോന്നിത്തുടങ്ങിയാൽ അവിടെയാണ് കിബർ ആരംഭിക്കുന്നത്. ആ കിബർ വന്നു കഴിഞ്ഞാൽ അവർ ഫസാദ് ഉണ്ടാക്കും, ബന്ധങ്ങൾ മുറിക്കും, കരാറുകൾ ലംഘിക്കും. ശ്രദ്ധിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പക്ഷേ ചില ആളുകളുടെ ധാരണ ഭൗതിക വിഭവങ്ങളുടെ ആധിക്യമാണ് യഥാർത്ഥ സന്തോഷമെന്നാണ്. വഫരിഹൂ ബിൽ ഹയാത്തി ദുനിയാ, ഐഹിക ജീവിതത്തിലെ വിഭവങ്ങൾ കൊണ്ട് അവർ സന്തോഷിക്കുന്നു. മനുഷ്യർ സന്തോഷത്തിൻ്റെ വകുപ്പായി കാണുന്നത് പലപ്പോഴും ദുനിയാവിലെ നേട്ടങ്ങളാണല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ദുനിയാവിലെ നേട്ടങ്ങളാണ് സന്തോഷം. വലിയ ജോലി എൻ്റെ മകന് കിട്ടുക, വലിയ ഇൻ്റർവ്യൂ പാസ്സാവുക, വലിയ വീടുണ്ടാവുക, നല്ല മുന്തിയ വാഹനമുണ്ടാവുക, ഇങ്ങനെ ദുനിയാവിലെ വിഭവങ്ങൾ നോക്കിയിട്ട് അതാണ് സന്തോഷത്തിൻ്റെ മാനദണ്ഡം എന്ന് കരുതുന്നു. അത്തരം ആളുകൾക്ക് ദുനിയാവിലെ വിഭവങ്ങൾ കുറയുമ്പോൾ അപ്പോഴാണ് അവർക്ക് ടെൻഷൻ ഉണ്ടാകുന്നത്, ഡിപ്രഷൻ ഉണ്ടാകുന്നത്. അതേപോലുള്ള രോഗങ്ങളിലേക്ക് വരെ ആളുകൾ എത്തുന്നത് ദുനിയാവിനെ വലിയതായി കണ്ടിട്ടാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ദുനിയാവിലെ നേട്ടങ്ങളൊന്നും ഒന്നുമല്ല. വമൽ ഹയാത്തു ദുനിയ ഫിൽ ആഖിറ ഇല്ലാ മതാഉൻ. പരലോകത്തെ അപേക്ഷിച്ച് ഈ ദുനിയാവ് കുറഞ്ഞ ഒരു വിഭവം മാത്രമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, യുഅ്താ ബി അൻഅമി അഹ്ലി ദുനിയ. ദുനിയാവിൽ ഏറ്റവും വലിയ നിഅമത്ത് കിട്ടിയ ഒരാളെ കൊണ്ടുവരുന്നതാണ്. അങ്ങനെ ഒരാളുണ്ടാവും? ഉണ്ട്. റബ്ബിൻ്റെ കണക്ക് പ്രകാരം ദുനിയാവിൽ ഏറ്റവും വലിയ സുഖസൗകര്യങ്ങൾ നൽകപ്പെട്ട ഒരാളെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നരകത്തിലേക്കൊന്ന് കാണിച്ചിങ്ങെടുക്കുമെന്ന്. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അയാളങ്ങ് പുറത്തെടുക്കും. ആ വ്യക്തിയോട് ചോദിക്കപ്പെടും, താങ്കൾ ഇതിനു മുമ്പ് എന്തെങ്കിലും സുഖങ്ങൾ ആസ്വദിച്ചിരുന്നോ? അയാൾ പറയും എന്നാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സുഖവും ഇന്ന് വരെ ആസ്വദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് അയാൾ അനുഭവിച്ച മുഴുവൻ സുഖങ്ങളും ഒന്ന് നരകത്തിലേക്കൊന്ന് എത്തി നോക്കി വരുമ്പോഴേക്ക് അതൊന്നുമല്ല എന്ന് തോന്നുമാറ് ഗൗരവമേറിയതാണ് നരകശിക്ഷ. എന്നാൽ ഈ ദുനിയാവിൽ ഏറ്റവും കഷ്ടപ്പെട്ട ഒരാളെ കൊണ്ടുവരുന്നതാണ്, അങ്ങേയറ്റം കഷ്ടപ്പാട്, ആ വ്യക്തിയെ സ്വർഗത്തിലേക്കൊന്ന് കാണിച്ചിങ്ങെടുക്കുന്നതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് സ്വർഗത്തിലേക്ക് കാണിച്ചിങ്ങെടുക്കും. എന്നിട്ട് ചോദിക്കും, ദുനിയാവിൽ വല്ല ബുദ്ധിമുട്ടും അനുഭവിച്ചിരുന്നു? അയാൾ പറയും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. സ്വർഗലോകത്തിൻ്റെ മനോഹാരിതയാണത്, അതിൻ്റെ ഗാംഭീര്യവും വിശാലതയുമാണത്. അത്രക്ക് മുന്തിയതാണ് സ്വർഗം. അങ്ങനെയുള്ള ഒരു സ്വർഗം, അങ്ങനെയുള്ള ഒരു നരകമാണ് മഹ്ശറിലെങ്കിൽ ഈ ലോക ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും യഥാർത്ഥ സുഖദുഃഖങ്ങളുടെ മാനദണ്ഡമേ അല്ല എന്ന് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുന്നവനാണ് ബുദ്ധിമാൻ. അങ്ങനെ തിരിച്ചറിയുന്നവനാണ് ബുദ്ധിമാൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈത്തപ്പന ഓലയിൽ ഉണ്ടാക്കിയ കട്ടിലിൽ കിടന്ന് തൻ്റെ മുതുകിലും പുറത്തും അടയാളങ്ങളുണ്ടായപ്പോൾ ഒരു വിരിപ്പ് നിങ്ങൾക്ക് നബിയെ ഞങ്ങൾ വാങ്ങിത്തരട്ടെ എന്ന് പറഞ്ഞു സ്വഹാബത്തിനോട്. മാലി വലി ദുനിയാ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഒരു വഴിയാത്രക്കാരൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അല്പം വിശ്രമിക്കാൻ കിടന്നതുപോലെയേ ഈ ദുനിയാവിൽ നാം നമ്മെക്കുറിച്ച് കരുതാവൂ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഈ പൊരുൾ മനസ്സിലാക്കിയിട്ടാണ്. ശത്രുക്കളെ തുരത്താൻ വേണ്ടി പട്ടിണി കിടന്ന് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് ഖന്തക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് വന്ന വാക്കെന്താണ്? അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ. പടച്ച റബ്ബേ, പരലോകത്തെ ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല റബ്ബേ. ഈ ദുനിയാവിലെ ജീവിതം എന്നത് യഥാർത്ഥ ജീവിതമല്ല, യഥാർത്ഥ ജീവിതം പരലോകമാണ്. അതുകൊണ്ടാണ് മരിക്കുന്ന വ്യക്തി പറയുന്നത്, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, യാ ലൈതനി, ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും കരുതി വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോൾ നേരത്തെ കഴിഞ്ഞതോ അതല്ല ഹയാത്ത് എന്ന് തിരിച്ചറിയാണ്. ഇനിയാണ് ലൈഫിലേക്ക് പോകുന്നത് എന്ന് മരിക്കുമ്പോഴാണ് അറിയുന്നത്. എന്ന് പറഞ്ഞാൽ മരിക്കുമ്പോൾ ഒരു മനുഷ്യൻ മനസ്സിലാക്കുകയാണ്, ഞാൻ റിയൽ ലൈഫിലേക്കാണ് പോകുന്നത്. ഖദ്ദംതു ലി ഹയാതി, എൻ്റെ ഹയാത്തിന് വേണ്ടി ഞാൻ വല്ലതും കരുതി വെച്ചിരുന്നെങ്കിൽ. കാരണം യഥാർത്ഥ ഹയാത്ത് പരലോകത്തെ ഹയാത്താണ്. അള്ളാഹു പറയാണ്, വഫരിഹു ബിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിലാണ് അവർ ആഹ്ലാദിക്കുന്നത്. എന്നാൽ വമൽ ഹയാത്തു ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ മതാ, ഐഹിക ജീവിതം പരലോകത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ സന്തോഷത്തിൻ്റെ ഒരു ചെറിയ വിഭവം മാത്രമാണ്. അതങ്ങ് നീങ്ങിപ്പോകും. അതാണ് ഉലമാക്കൾ പറഞ്ഞത്, ഖലീലുൻ ദാഹിബുൻ. ഖലീലാണ്, ദാഹിബുമാണ്. കുറച്ചേ ഉള്ളൂ, അത് നീങ്ങിപ്പോവുകയും ചെയ്യും. പരലോകത്തത് നീങ്ങിപ്പോവുകയില്ല. വീണ്ടും 27 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയഖൂലുൽ ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ പറയുന്നു, ലൗലാ ഉൻസില അലൈഹി, ലൗലാ എന്തുകൊണ്ടില്ല, ഉൻസില അലൈഹി ഇറക്കപ്പെടുന്നില്ല, ഉൻസില എന്ന് പറഞ്ഞാൽ ഇറക്കപ്പെടുക, അലൈഹി നബിയുടെ മേൽ, ആയത്തും മിൻ റബ്ബിഹി, ആ നബിയുടെ റബ്ബിൽ നിന്ന്, രക്ഷിതാവിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം എന്താണ് ഇറക്കപ്പെടാത്തത്? ഖുൽ, നബിയെ അതിന് മറുപടി പറയണം. എന്താ മറുപടി? ഇന്നല്ലാഹ യുദില്ലു മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ വഴിതെറ്റിക്കുന്നു. അതല്ല യുദില്ലു ഇദ്ലാലൻ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ വഴിതെറ്റിക്കുന്നു. വയഹ്ദീ, അവന് ഹിദായത്ത് നൽകുന്നു. ഹദാ യഹ്ദീ ഹുദൻ വഹിദായ, വയഹ്ദി ഇലൈഹി, അവനിലേക്ക് അവൻ വഴി കാണിച്ചു കൊടുക്കുന്നു. ആർക്ക്? മൻ അനാബ്, ഖേദിച്ചു മടങ്ങുന്നവർക്ക്. ഖേദിച്ചു മടങ്ങുന്നവർക്ക്. അനാബ യുനീബു ഇനാബ എന്ന് പറഞ്ഞാൽ ഖേദിച്ചു മടങ്ങുക, നന്മയിലേക്ക് മടങ്ങുക. അതിനാണ് ഇനാബത്ത് എന്ന് പറയുന്നത്. ഇത് പരിശുദ്ധ ഖുർആനിലെ അതീവ ഗംഭീരമായ ഒരായത്താണ്. വളരെ വലിയൊരു തത്വം ഈ ആയത്തിലുണ്ട്. വളരെ വലിയൊരു തത്വം ഈ ആയത്തിലുണ്ട്. കാരണം ഈ ആയത്തിൽ സത്യനിഷേധികൾ പറയുകയാണ്, വയഖൂലുൽ ലദീന കഫറു, സത്യനിഷേധികൾ പറയുന്നു,
ലൗലാ ഊസില അലൈഹി, എന്തുകൊണ്ട് പ്രവാചകന് അവതരിപ്പിക്കപ്പെടുന്നില്ല ആയത്തും മിർ റബ്ബിഹി, ആ പ്രവാചകൻ്റെ റബ്ബിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട ഒട്ടകത്തെ പോലെ എല്ലാവരും കാണെ ഒരു ഒട്ടകം വരുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുഅ്ജിസാത്തുകൾ പോലെ വടി നിലത്തിട്ടാൽ പാമ്പാവുന്നു, അതേപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദൃഷ്ടാന്തം പോലെ മരിച്ചു കിടക്കുന്ന ആളോട് ഖും ബിഇദ്നില്ലാ, റബ്ബിൻ്റെ പെർമിഷനോടുകൂടി എഴുന്നേൽക്കുമെന്ന് പറയുമ്പോൾ മരിച്ചു കിടക്കുന്ന ആൾ എഴുന്നേറ്റ് വരുന്നു. ഇതേപോലെ ഒരു ദൃഷ്ടാന്തം എന്താണ് ഇറക്കപ്പെടാത്തത് എന്നവർ പറയുന്നു. എന്നാൽ അതിനേക്കാൾ വലിയ ദൃഷ്ടാന്തമാണ് പരിശുദ്ധ ഖുർആൻ. അവർ അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഗാംഭീര്യമുള്ള, നീങ്ങിപ്പോകാത്ത ദൃഷ്ടാന്തവുമാണ് പരിശുദ്ധ ഖുർആൻ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, അവർ ജൽപ്പിക്കുന്നത് അങ്ങനെ ഒരു ദൃഷ്ടാന്തം കണ്ടാൽ ഞങ്ങൾ വിശ്വസിക്കും എന്നാണ്. അത് തെറ്റായൊരു വിശ്വാസമാണ്. എനിക്കുണ്ടാവാൻ പാടില്ല, എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല, ലോകത്തൊരു മനുഷ്യനും ഉണ്ടാകുവാൻ പാടില്ല. ദൃഷ്ടാന്തങ്ങൾ കണ്ടാൽ ഞങ്ങൾ വിശ്വസിക്കും. മറിച്ച് സത്യവിശ്വാസം അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. മുഴുവൻ ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും വിശ്വസിക്കാത്തവരില്ലേ? തൊട്ടുടനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആൻ കൊണ്ട് പർവ്വതം സഞ്ചരിക്കുന്നത് കണ്ടാലും വിശ്വസിക്കൂല. മുഴുവൻ ദൃഷ്ടാന്തങ്ങളും കണ്ടാലും മനുഷ്യരിൽ ഒരു വിഭാഗം വിശ്വസിക്കൂല. സ്വന്തത്തിലേക്ക് ആരും ഹിദായത്തിനെ ചേർത്ത് പറയരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യായിരുന്നു. റഹ്മാനായ റബ്ബിൻ്റെ തൗഫീഖില്ലാതെ ഒരു മനുഷ്യനും ഹിദായത്ത് സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ ആയത്തിന് അള്ളാഹു നൽകിയ റദ്ദ് നോക്കൂ നിങ്ങൾ, റിപ്ലൈ നോക്കൂ നിങ്ങൾ. അപാരമായ മറുപടിയാണ് നബിയോട് പറയാൻ പറയുന്നത്. എന്തുകൊണ്ട് ആയത്തിറക്കപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണമല്ലേ പറയേണ്ടത്, മറിച്ച് മറ്റൊരു സ്റ്റേറ്റ്മെൻ്റാണ്. എന്താ? ഖുൽ ഇന്നല്ലാഹ യുദില്ലു മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ വഴിതെറ്റിക്കുന്നു. അവരെത്ര വിചാരിച്ചാലും അവർക്ക് ഹിദായത്തിലേക്ക് വരാൻ കഴിയില്ല. പടച്ചോനാണ് ഹിദായത്ത് നൽകുന്നത് എന്ന് തിരിച്ചറിവ് മനുഷ്യർക്ക് വേണം. വയഹ്ദീ, അള്ളാഹു മാർഗദർശനം നൽകുന്നു. ഇലൈഹി, അവനിലേക്ക്. മൻ, ആർക്ക്? അനാബ്, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന വിനയമുള്ള ഹൃദയമാർക്കുണ്ടോ അവർക്ക് ഹിദായത്ത്, അല്ലാത്തവർക്ക് ഹിദായത്ത് ലഭിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചില ഗോത്രക്കാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് യുദ്ധത്തിനൊന്നുമില്ല, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ഖാലത്തിൽ അറാബു ആമന്ന, കൂട്ടത്തിൽ അവർ പറഞ്ഞതാണ്, ഞങ്ങൾ താങ്കളോട് യുദ്ധം ചെയ്യുന്നില്ല എന്നതും ഞങ്ങൾ മുസ്ലിങ്ങളായി എന്നുള്ളതും ഞങ്ങൾ ചെയ്ത ഒരു ഔദാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ ഇൻ കുൻതും സാദിഖീൻ. മുസ്ലിമീങ്ങളായതിനെ വലിയ ഔദാര്യമായി അവർ പറയാണ്. പല ആളുകളുടെയും വിചാരം അവരുടെ സാന്നിധ്യം അവർ ഇസ്ലാമിനും റബ്ബിനും മുഹമ്മദ് നബിക്കും ചെയ്ത എന്തോ ഒരു സേവനാണെന്ന്. അങ്ങനെ നമ്മൾ കരുതരുത്. എവിടെ നമ്മൾ കരുതിയോ, ഞാനിതിൽ പ്രധാനപ്പെട്ട ആളാണ്, ഞാനുള്ളത് കൊണ്ടാണ് ഇസ്ലാമും മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ, ഞാനുള്ളത് കൊണ്ടാണ് സലഫിയത്ത് ഇങ്ങനെ, ഞാനുള്ളത് കൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഇങ്ങനെ എന്ന് ഒരാളും പ്രിയപ്പെട്ടവരെ കരുതരുത്. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ, ഈമാനിലേക്ക് നിങ്ങളെ വഴി കാണിച്ചുകൊണ്ട് റബ്ബ് നിങ്ങളോട് ഔദാര്യം കാണിച്ചിരിക്കുന്നു. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുഹമ്മദ് ബിൻ ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, വലൈസ വലാലു മൻ യദില്ല മിൻകും ബിഅല്ലം യൻസില അലയ്യ ആയത്തും മിൻ റബ്ബി ഖുൽ ഇന്നല്ലാഹ യുദില്ലു മൻ യശാ വയഹ്ദി ഇലൈഹി മൻ അനാബ് എന്ന് പറയാൻ പറഞ്ഞല്ലോ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, വലൈസ വലാലു മൻ യദില്ല മിൻകും, നിങ്ങളിൽ നിന്ന് വഴിതെറ്റിയവർ വഴിതെറ്റിയത് എന്തുകൊണ്ടല്ല, ബി അൻ ലം യൻസിൽ അലയ്യ ആയത്തും മിർ റബ്ബി, എൻ്റെ റബ്ബിൽ നിന്ന് ആയത്ത് ഇറക്കപ്പെടാത്തത് കൊണ്ടല്ല. അവർ പറയുന്നത് കേട്ടാൽ വിചാരിക്കും ആയത്തിറങ്ങിയ അപ്പോഴേക്ക് വിശ്വസിച്ച് പിന്നെ നല്ല മുവഹിദുകളായി മാറും എന്നാണ് അവരുടെ വാക്ക് കേട്ടാൽ തോന്നുക. എന്നാൽ അങ്ങനെ വല്ല ആയത്തും ഇറക്കപ്പെട്ടാലോ? ചന്ദ്രൻ പിളർന്നില്ലേ? വിശ്വസിച്ചോ അവർ? മിഅ്റാജും ഇസ്രാഉം മിഅ്റാജും ഉണ്ടായില്ലേ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്. വഹിയില്ലാതെ അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിൽ പോകാത്ത ഒരാൾക്ക് പറയാൻ പറ്റാത്തതാണ് റസൂൽ പറയുന്നത് എന്നവർക്കറിയാം. അങ്ങനെ എത്രയെത്ര ആയത്തുകൾ അവർ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, എന്നിട്ട് അവർ വിശ്വസിച്ചോ? അപ്പോൾ ഇവരുടെ ജൽപ്പനം കേട്ടാൽ വിചാരിക്കും ആയത്തൊന്നും ഇറങ്ങാത്തത് കൊണ്ടാണ് അവർ വിശ്വസിക്കാത്തത്. അങ്ങനെയല്ല, മറിച്ച് വലാ ഹിദായത്തു മൻ യഹ്തദി മിൻകും ബിഅന്നഹാ ഉൻസിലത അലൈഹി, ഹിദായത്ത് കിട്ടിയവരും വിചാരിക്കരുത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഹിദായത്തിലേക്ക് വരാൻ പറ്റിയത് എന്ന് ഹിദായത്ത് കിട്ടിയവനും വിചാരിക്കരുത്. പിന്നെ എന്താണത്? വ ഇന്നമാ ദാലിക ബിയദില്ലാഹ്, അത് രണ്ടും അല്ലാഹുവിൻ്റെ കൈകളിലാണ്. യുവഫിഖു മൻ യശാഉ മിൻകും ലിൽ ഈമാൻ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഈമാനിലേക്ക് തൗഫീഖ് നൽകുന്നു. വയഖ്ദുലു മൻ യശാഉ മിൻകും ഫലാ യുഅ്മിൻ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില ആളുകളെ റഹ്മാനായ റബ്ബ് തെറ്റിച്ചു കളയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരിക്കലും ഒരാളും ഒന്നും തൻ്റെ കഴിവിലേക്ക് ഒരിക്കലും ചേർത്ത് പറയരുത്. റബ്ബിൻ്റെ തൗഫീഖാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, അതെല്ലാം അതിൽപ്പെട്ടു. നിങ്ങൾക്കെന്തൊരു നിഅമത്തുണ്ടോ അത് റഹ്മാനായ റബ്ബിൽ നിന്നാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ശരിക്കും ശ്രദ്ധിക്കുക. അനിബ്നി അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഖാലത് ഖുറൈശുൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുറൈശികൾ നബിയോട് പറഞ്ഞു, ഉദ്ഉ ലനാ റബ്ബക് അൻ യജ്അല ലനാ സഫാ ദഹബൻ വനുഅ്മിനു ബിക്, നബിയെ നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണം, എന്നിട്ട് സഫാ പർവ്വതം സ്വർണ്ണമാക്കി മാറ്റണം, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം. സഫാ പർവ്വതം സ്വർണ്ണമാക്കി മാറ്റിയാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഖാല വതഫഅലൂൻ, റസൂലുള്ളാഹി അവരോട് ചോദിച്ചു, ഉറപ്പാണോ? ഉറപ്പാണോ? ഖാലൂ നഅം, അവർ പറഞ്ഞു അതെ, സഫാ പർവ്വതം സ്വർണ്ണമായാൽ ഞങ്ങളെല്ലാവരും വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഫദആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുവേ സഫാ പർവ്വതത്തെ നീ സ്വർണ്ണമാക്കണേ റബ്ബേ. ഉത്തരത്തിന് മുമ്പ് അള്ളാഹു ഒരാളെ പറഞ്ഞയച്ചു. ഫഅതാഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, ഫഖാല ഇന്ന റബ്ബക യഖറഉ അലൈക സലാം, നബിയെ അള്ളാഹു താങ്കൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു സലാം പറയുക എന്ന് പറഞ്ഞാൽ, റബ്ബിൻ്റെ ആശീർവാദം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കാര്യം തന്നെ. കാരണം ഈ ഉമ്മത്ത് വിശ്വസിക്കണം എന്ന് അത്രമാത്രം ആഗ്രഹിച്ചു പ്രവാചകൻ. അതുകൊണ്ടാണ് സഫാ പർവ്വതം സ്വർണ്ണമായാൽ ഇവർ വിശ്വസിക്കുമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്യണം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, അള്ളാഹു സലാം പറഞ്ഞിട്ടുണ്ട് നബിയെ എന്ന് മാത്രമല്ല, ഇങ്ങനെ കൂടി പറഞ്ഞിട്ടുണ്ട്, വയഖൂലു ഇൻ ശിഅത അസ്ബഹ ലഹുമുസ് സഫാ ദഹബാ, നബിയെ താങ്കൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ സഫാ പർവ്വതത്തെ സ്വർണ്ണമാക്കാമെന്ന് പടച്ച റബ്ബ് പറയുന്നുണ്ട്. എന്നാൽ ഒരു വിഷയമുണ്ട്, എന്താണത്? ഫമൻ കഫറ ബഅദ ദാലിക മിൻഹും അദ്ദബ്തുഹു അദാബൻ ലാ ഉഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ, സഫാ പർവ്വതം സ്വർണ്ണമായതിന് ശേഷമെങ്ങാനും ആരെങ്കിലും താങ്കളെ നിഷേധിച്ചാൽ ലോകത്ത് ഒരു സമൂഹത്തെയും ശിക്ഷിക്കാത്ത രൂപത്തിൽ ഖുറൈശികളെ അള്ളാഹു നശിപ്പിക്കും, ശിക്ഷിക്കും. റബ്ബിൻ്റെ താക്കീതാണ്. കാരണം ഇതേപോലെ ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ട ഒരുപാട് തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട്. ദൃഷ്ടാന്തം വന്നപ്പോൾ എന്താ ഉണ്ടായത്? അവർ വിശ്വസിച്ചോ? അവർ വിശ്വസിച്ചില്ല. സകല ദൃഷ്ടാന്തങ്ങളും ഫിറഔൻ എന്താ പറഞ്ഞത്? ഈ പ്രയാസങ്ങൾ മാറ്റി തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു ഫിറഔൻ. ആരോട്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, ആ പ്രയാസം അള്ളാഹു നീക്കിക്കൊടുത്തു. വീണ്ടും ഫിറഔനും കൂട്ടരെന്താ ചെയ്തത്? അവിശ്വസിക്കുക ചെയ്ത്. ഇങ്ങനെ പറഞ്ഞ പലരും ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും അത് സംഭവിച്ചാൽ ലോകത്തിലെ ഒരു ജനതയെയും ശിക്ഷിക്കാത്ത രൂപത്തിൽ മക്കക്കാരെ, ഖുറൈശികളെ അള്ളാഹു നശിപ്പിക്കും. ഇനി അതല്ല, വഇൻ ശിഅത ഫതഹ്തു ലഹും ബാബത് തൗബതി വറഹ്മ, തൗബ ചെയ്യുവാനുള്ള വാതിൽ, റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കാം. രണ്ടിലേതാ വേണ്ടത്? സഫാ പർവ്വതം സ്വർണ്ണമാവണോ, അതല്ല തൗബയുടെ വാതിൽ തുറന്നിട്ടിട്ട് ആളുകൾ പഠിക്കട്ടെ, ചിന്തിക്കട്ടെ, കേൾക്കട്ടെ, എന്നിട്ട് അവർ താങ്കളിൽ വിശ്വസിക്കട്ടെ. ഇതിലേതാ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ ബാബു തൗബതി വറഹ്മ, സ്വർണ്ണമാവണ്ട റബ്ബേ. കാരണം അങ്ങനെ ഒരു അടയാളം വന്നാൽ പോലും മനുഷ്യൻ്റെ ഒരു പ്രകൃതം വെച്ച് മനുഷ്യൻ വിശ്വസിക്കണം എന്നില്ല.
മുഴുവൻ ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും വിശ്വസിക്കണമെന്നില്ല. മരിച്ചവർ എഴുന്നേറ്റ് സംസാരിച്ചാലും വിശ്വസിക്കണമെന്നില്ല. പർവ്വതങ്ങൾ ഖുർആൻ കാരണം എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടാലും വിശ്വസിക്കണമെന്നില്ല. മനുഷ്യൻ അത്രമാത്രം ധിക്കാരിയാണ്. ആ നിലക്കുള്ള ധിക്കാരം മനുഷ്യനിൽ നിന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും ഒരിക്കലും തന്നെ കിബറിൻ്റെ ഒരു അംശം പോലും നമ്മുടെ ഹൃദയത്തിൽ എവിടെ ഉണ്ടാവരുത്. എല്ലാം റബ്ബിൻ്റെ തൗഫീഖാണ്. അൽഹംദുലില്ലാഹ്. മുസ്ലിമീങ്ങളാവാൻ പറ്റിയത്, മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിക്കാൻ പറ്റും. ഞാനും നിങ്ങൾ എന്ത് ചെയ്തു ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഉമ്മയും ഉപ്പയും മുസ്ലിമീങ്ങളാവാൻ വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ ചെയ്തിട്ടാണോ? നമുക്കതിൽ എന്തെങ്കിലും ഒരു റോളുണ്ടോ? എന്തെങ്കിലും ഒരു റോളുണ്ടോ? പിന്നെ എങ്ങനെ അത് സംഭവിച്ചു? അല്ലാഹ് റബ്ബിൻ്റെ തൗഫീഖാണത്. അതിനുശേഷം തൗഹീദ് അറിയാനും ഖുർആൻ പഠിക്കാനും ഇതേപോലെ വന്നിരിക്കാനും എല്ലാറ്റിനുമുള്ളത് റഹ്മാനായ റബ്ബിൻ്റെ തൗഫീഖാണ്. നഹ്മദുഹു, നാം ആ റബ്ബിനെ സ്തുതിക്കുക. വനുവഹിദുഹു, നാം അവനെ ഏകപ്പെടുത്തുക. നിരന്തരമായി പ്രാർത്ഥിക്കുക. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. റഹ്മാനായ റബ്ബേ, ഹിദായത്തിലേക്ക് നീ ഞങ്ങൾക്ക് വഴി നടത്തിയതിന് ശേഷം ഞങ്ങളുടെ ഹൃദയത്തെ തെറ്റിച്ചു കളയല്ലേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. സൂറത്ത് യൂനുസിലെ 96 അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഹഖ്ഖത അലൈഹിം കലിമത്തു റബ്ബിക ലാ യുഅ്മിനൂൻ വലൗ ജാഅതുഹും കുല്ലു ആയത്തിൻ ഹത്താ യറവുൽ അദാബൽ അലീം. നേരത്തെ അല്ലാഹുവിൻ്റെ അടുക്കൽ വാക്ക് സ്ഥിരപ്പെട്ട ആളുകൾ ഒരിക്കലും വിശ്വസിക്കാൻ പോണില്ല. വലൗ ജാഅതുഹും കുല്ലു ആയത്തിൻ, എന്തൊക്കെ ആയത്തുണ്ട് അതൊക്കെ ഇറങ്ങിയാലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. സൂറത്തുൽ അൻആം 111, വലൗ അന്നനാ നസ്സൽനാ ഇലൈഹിമുൽ മലായികത വകല്ലമഹുമുൽ മൗത. കൂട്ടം കൂട്ടമായി മലക്കുകളുടെ രൂപത്തിൽ ഭൂമിയിലേക്ക് ഇറക്കി എന്ന് വിചാരിക്കുക. 1. 2, വകല്ലമഹുമുൽ മൗത, മരിച്ചവർ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി എന്ന് വിചാരിക്കുക. വഹശർനാ അലൈഹിം കുല്ല ഷൈഇൻ ഖുബുലാ, നേരത്തെ മരിച്ചുപോയ ആദം നബി മുതൽക്കുള്ള മുഴുവൻ ആളുകളെയും ഈ ജനത കാണുമാറ് അള്ളാഹു ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. റബ്ബ് പറയാണ് വലൗ അന്നന, കാരണം റബ്ബിനറിയാം, മനുഷ്യനെ അള്ളാഹുവിനറിയാം. മനുഷ്യനെ സൃഷ്ടിച്ച, അവൻ്റെ ഹൃദയത്തെ സൃഷ്ടിച്ച, അവൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ച പടച്ച റബ്ബിനറിയാം മനുഷ്യൻ്റെ പ്രകൃതം എന്താണ് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കൂട്ടം കൂട്ടമായി മലക്കുകൾ അവരുടെ രൂപത്തിൽ ഇറങ്ങി വന്നാലും, മരിച്ചവർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് നിങ്ങളോട് സംസാരിച്ചാലും, ആദം നബി മുതൽക്ക് ഇന്നേ വരെയുള്ള ജനതയെ മുഴുവൻ അവരുടെ കൺമുൻപിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിയാലും മാകാനൂ ലിയുഅ്മിനൂ, അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇല്ലാ അയ്യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. പടച്ച റബ്ബിൻ്റെ മശീയത്തില്ലാതെ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. റഹ്മാനായ റബ്ബിൽ വിനയപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് അതാണ്. വയഖൂലു അല്ലദീന കഫറു, സത്യനിഷേധികൾ പറയുന്നു, ലൗലാ ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബിഹി, എന്തുകൊണ്ടാണ് റബ്ബിൽ നിന്നൊരായത്ത് കിട്ടാത്തത്? ഖുൽ ഇന്നല്ലാഹ യുദില്ലു മൻ യശാ വയഹ്ദി ഇലൈഹി മൻ അനാബ്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ വഴിതെറ്റിക്കുന്നു. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ഹൃദയമുള്ള, നല്ല ഹൃദയമുള്ളവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കുന്നു. പല ആളുകളും പലപ്പോഴും അവർ തന്നെ ധരിച്ചിട്ടുള്ളത്, ഇന്ന ആളുടെ ഒരു ഉപദേശം കിട്ടിയാൽ ഞാൻ നന്നാവും, ഇന്ന ആളുടെ ഒരു കൗൺസിൽ കിട്ടിയാൽ ഞാൻ നന്നാവും, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ നിങ്ങളെപ്പോലെ ഒരു ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കാൻ പറ്റിയില്ല, അങ്ങനെ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ നന്നാവും. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ കാണാം. അവർ റബ്ബിനെ മറന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ മര്യാദയുടെ ആ വാക്ക് ഉപയോഗിക്കാതെ പറയുന്നത് കാണാം. അങ്ങനെ പാടില്ല. മറിച്ച് നമ്മളെപ്പോഴും ഇൻഷാ അല്ലാഹ് അല്ലെങ്കിൽ മാഷാ അല്ലാഹ് ഇല്ല അനിയഷാ അല്ലാഹ് എന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം എത്രയെത്ര ഖുർആൻ ക്ലാസ് കേട്ടവരാണ് പിന്നീട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നിന്ന് തെറ്റിപ്പോയത്? എത്രയെത്ര ദീനീ പ്രഭാഷണങ്ങൾ നടത്തിയവരാണ് പിന്നീട് നിരീശ്വരവാദികളായിപ്പോയത്? ഖുർആനും ഹദീസും വിശദീകരിച്ച ആളുകൾ നിരീശ്വരവാദികളായി പോയിട്ടില്ലേ? ഹാഫിളുകൾ നിരീശ്വരവാദികളായി പോയിട്ടില്ലേ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മുന്നണി പോരാളികളായി നിന്ന ആളുകൾ നിരീശ്വരവാദത്തിലേക്ക് പോയിട്ടില്ലേ? വിനയപ്പെടുക, പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ ശരിയായ ഈമാൻ നൽകട്ടെ, ശരിയായ ഇസ്ലാം നൽകട്ടെ, ശരിയായ ഹിദായത്ത് നൽകട്ടെ. മരിക്കുന്നതുവരെ ആ ഹിദായത്തിൽ അള്ളാഹു നമ്മളെ ഉറപ്പിച്ച് നിർത്തട്ടെ. ഒരു നിമിഷത്തിൽ പോലും റാഞ്ചിയെടുക്കപ്പെടുന്ന അവസ്ഥയില്ലാതിരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുങ്ങി മരണത്തിൽ നിന്ന് രക്ഷ തേടി, വീണ് മരിക്കുന്നതിൽ നിന്ന് രക്ഷ തേടി,
കൂട്ടത്തിൽ റസൂലുള്ള രക്ഷ തേടി വ അഊദു ബിക മിൻ അൻ യതഖബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗത്ത്. പടച്ചോനെ, മരിക്കുന്ന നേരത്ത് പിശാചിൻ്റെ ഒരു റാഞ്ചലുണ്ട്, ആ റാഞ്ചലിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം പിശാചിനൊരു പോരാട്ടമുണ്ടെന്നാണ്. കാരണം പിശാചിന് കിട്ടേണ്ട ഒരാൾ സ്വർഗാവകാശിയായി മരിക്കുക എന്ന് പറഞ്ഞാൽ ശൈത്താൻ അതിനേക്കാൾ സങ്കടമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് വരെ പിശാച് റാഞ്ചാൻ ശ്രമിക്കും ഹൃദയത്തെ എന്നാണ്. അഖീദയിൽ നിന്ന് തെറ്റിച്ച് കളയാൻ ശ്രമിക്കും. അള്ളാഹുവിലല്ലാതെ കാവലില്ല, അള്ളാഹുവിനോടല്ലാതെ രക്ഷ തേടാൻ നമുക്ക് കഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂല് വരെ പറയാണെന്ത്, അള്ളാഹുവേ, മരിക്കുന്ന സമയത്ത് പിശാചി എന്നെ റാഞ്ചിയെടുക്കുന്നതിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂല് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നാം എത്രമാത്രം ദുആ ചെയ്യണം. അതുകൊണ്ട് ഹിദായത്ത് റബ്ബിൻ്റെ കൈകളിലാണ്. പഠിക്കുക, വിനയാന്യതരായി പഠിക്കുക, പഠിച്ചത് അമലാക്കുക, നിരന്തരമായി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് മറ്റു ഭാഗങ്ങൾ അള്ളാഹു തൗഫീക്ക് ചെയ്താൽ അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ അമലാക്കുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുഅ്മിനുകളായി മരിച്ചു പോകുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങളെ മുസ്ലിമീങ്ങളായി മരിപ്പിക്കുകയും അബ്റാറുകളുടെ പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണേ റബ്ബേ. അള്ളാഹുവേ, ഖബർ ശിക്ഷയിൽ നിന്നും മഹ്ശറിലെ പരീക്ഷണങ്ങളിൽ നിന്നും നരകാഗ്നിയുടെ പരീക്ഷണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബേ. അള്ളാഹുവേ, സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ റബ്ബേ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ മക്കളെയും അള്ളാഹുവേ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ റബ്ബേ. അള്ളാഹുവേ, നമസ്കാരം നിലനിർത്തുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. ഖുർആനും സുന്നത്തും പിൻപറ്റുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. ഷിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ സ്നേഹവും ഐക്യവും നൽകണേ റബ്ബേ. കരാറുകൾ പാലിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. കുടുംബബന്ധം ചേർക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരിൽ ഒരിക്കലും നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ റബ്ബേ. അള്ളാഹുവേ, പ്രവിശാലമായ നിൻ്റെ സ്വർഗത്തിൽ ഇതേപോലെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. അള്ളാഹുവേ, ഈ ഇൽമിൻ്റെ മജ്ലിസ് നീ ഞങ്ങൾക്ക് നൽകിയതുപോലെ എന്നെന്നും നിന്നോട് നന്ദി കാണിക്കുവാനും ഈ മജ്ലിസ് നിലനിർത്തുവാനുമുള്ള തൗഫീഖ്, ഈ മജ്ലിസ് നിലനിർത്തുവാനുമുള്ള തൗഫീഖ് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റബ്ബേ. നിന്നോട് നന്ദി കാണിക്കുന്ന അടിമകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. അള്ളാഹുവേ, ഒരു മജ്ലിസ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അൻകൂമോ മഗ്ഫൂറല്ലക്കും, നിങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിരിക്കുന്നു, ഇനി എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് മലക്കുകൾ പറയുന്ന ആ ഒരു ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.